വെൽക്കം ടു സിസ്റ്റേഴ്സ് കിച്ചൺ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ചട്നി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ ദോശയുടെ ഒപ്പം കിട്ടുന്ന പോലത്തെ രണ്ട് ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അത് നമുക്ക് വെള്ള ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അരമുറി നാളികേരം ചിരവിതെടുക്കുക. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പൊട്ടുകടലയാണ്. 2 ടേബിൾ സ്പൂൺ എടുക്കാൻ പാടുള്ളൂ. കൂടുതൽ എടുത്താൽ ടേസ്റ്റ് വ്യത്യാസം വരും. അതും കൂടി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. നല്ല എരിയുള്ള മുളകായതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇടുന്നുള്ളൂ. എരിയില്ലാത്ത മുളകാണെങ്കിൽ 3 or 4 എണ്ണം ഉണ്ടാട്ടോ. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 4 തണ്ട് മല്ലിയിലയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ഇടണ്ട കേട്ടോ. കൂടുതൽ ഇട്ടതുപോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും ആദ്യം കുറച്ചിടുക, പിന്നെ വേണമെങ്കിൽ ഇടാമല്ലോ. ഇനി ഇതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചട്നിയുടെ തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചട്നിയിലേക്ക് വേണ്ട കടുക് വറുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടായതിന് ശേഷം മാത്രം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ കടുക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കടുക് വറുത്ത് ചട്നിയിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചട്നി ചൂടാക്കുന്നില്ല ഞാനിവിടെ. ഇത് അടിപൊളിയായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചട്നി നോക്കാം. ചട്നിക്ക് 4 ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പറയാം കേട്ടോ. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള, ഒരുപാട് ചെറുതൊന്നും ആക്കണ്ട, കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി, വലുതാണെങ്കിൽ, അല്ലെങ്കിൽ 16 എണ്ണം, ചെറുതാണെങ്കിൽ 16 എണ്ണം. അപ്പോൾ അത് രണ്ടും കൂടി ആദ്യം എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ ആവുമോ അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അത് സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുമല്ലോ, ആ ഒരു സ്റ്റേജ് മതി. പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, അതുപോലെ 2 സ്പൂൺ തേങ്ങ ചിരവിയത്, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇതും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്ന് വാടി വരണം. അത്രയും നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം കേട്ടോ. ചട്നി ഉണ്ടാക്കാനുള്ള കൂട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. ആദ്യം കുറച്ചിടുക കേട്ടോ, എന്നിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നീട് ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചട്നിക്ക് നല്ലൊരു കളർ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ കടുകൊന്നും വറുക്കുന്നില്ല, അതുകൊണ്ടാണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 4 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 4 സ്പൂൺ മതി കേട്ടോ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയിലും സവാളയിലും ഒക്കെ വെള്ളം ഉള്ളതല്ലേ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതാണ് ഞാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല റെഡിഷ് കളറാണ് കേട്ടോ. എനിക്കറിയില്ല ക്യാമറയിൽ എന്താ യെല്ലോ ആയിട്ട് കാണുന്നതെന്ന്. ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. നമ്മൾ ആര്യഭവനിലൊക്കെ കിട്ടുന്ന ദോശയുടെ കൂടെ കിട്ടുന്ന ഒരു ചട്നിയില്ലേ, അതിൻ്റെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ക്യാമറയിൽ എന്തോ യെല്ലോ കളറിലാണ് കാണുന്നത്, ശരിക്കും നല്ല റെഡ് കളറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ 2 ചട്നിയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും അടിപൊളിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.